ഈ വലിയ ജനനേതാക്കൾ ഉണ്ടാകുന്നതേ ചുമ്മാ കുറെ കവലപ്രസംഗം നടത്തിയും കറുത്ത മാസ്ക് കഴിപ്പിച്ച് വെളുത്ത മാസ്ക് അടിപ്പിച്ചൊന്നുമല്ല. ജനങ്ങൾക്കുള്ളിൽ അവര് പോലും അറിയാതെ ഒരു സാധനം അവർക്കുണ്ടാക്കാൻ പറ്റും. ഞങ്ങളെ പാർട്ടി ഏൽപ്പിക്കുന്നത് എന്താണെന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട്. ആ പ്രവർത്തകന്റെ തല താഴരുത്, അവന്റെ മനസ്സ് മടുക്കരുത്, അവന്റെ പ്രസ്ഥാനത്തിന്റെ പതാക ഉയർന്നു പറക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ അവനോടൊപ്പവും മുന്നിലും പിന്നിലും നടക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം എന്ന് തിരിച്ചറിയുന്നു. ഞാൻ പറയുന്നു, പദവിയിൽ ഇപ്പൊ പ്രഖ്യാപിക്കപ്പെട്ടത് ഞങ്ങൾ കുറച്ചുപേര് മാത്രമാണെങ്കിൽ ഇതിനെ നയിക്കാൻ പോകുന്നത് അങ്ങനെയായിരിക്കില്ല. ഈ ഇരിക്കുന്നവരും താഴെ ഇരിക്കുന്നവരും ഇവിടെ വരാത്തവരുമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുടെയും നേതൃത്വത്തിന്റെയും മുഴുവൻ കഴിവുകളെ ജനങ്ങൾക്കും പാർട്ടിക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള വിശാലമായ ചിന്താഗതിയോടെ ഇത് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് തന്നെയാണ് ജനങ്ങളിൽ ഈ ഗവൺമെന്റിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സമരം ചെയ്യുന്നവർ അവരവരുടെ വീടിന്റെ അതിർത്തി തർക്കത്തിന് വേണ്ടിയല്ല, നാട്ടിലെ പൊതുകാര്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ തല നോക്കി അടിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്ന ഈ ഭരണകൂടത്തിന് ഓരയൊലിപ്പിച്ച് തലമുട്ടി നിൽക്കുന്ന ചെറുപ്പക്കാരുടെ ചിത്രം ഈ 10 വർഷം കണ്ടിടത്തോളം ഒരു കാലത്തും നമ്മൾ കണ്ടിട്ടില്ല. അതൊരു ഭരണകൂടത്തിന്റെ നിർദ്ദേശാടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് എന്നുള്ളത് നമുക്കറിയാം. അതിനൊരു അറുതി വരുത്തണം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ തീരുമാനം, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി കൂടി നമ്മൾ എടുക്കേണ്ട രാഷ്ട്രീയ തീരുമാനമാണ്. ഒപ്പം നമ്മൾ നാളെ അധികാരത്തിൽ വന്നാൽ അന്നത്തെ പ്രതിപക്ഷത്തിന്റെ തല നോക്കിയടിക്കുന്ന പോലീസ് ഐക്യ ജനാധിപത്യ മുന്നണിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഇവിടെ ഉണ്ടാക്കില്ല എന്നുള്ള ഉറപ്പും നേതൃത്വം തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നു. ഒരു യഥാർത്ഥ നേതാവിന് അണികൾക്കുള്ളിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അതെന്താന്ന് ഇപ്പം മനസ്സിലായി.